ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1942 ആഗസ്റ്റ് 8 മുംബൈയിലെ ഗ്വാളിയർ ടാങ്ക് മൈതാനത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ഒത്തുകൂടി. അവർ ഒരു പ്രസ്ഥാനം പ്രഖ്യാപിക്കാൻ പോവുകയായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ സർക്കാരിനെതിരായ അന്തിമ പോരാട്ടം. ആയിരക്കണക്കിന് ആളുകൾക്ക് മുൻപിൽ മഹാത്മാഗാന്ധി ഒരു ചരിത്ര പ്രസംഗം നടത്തുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും സ്വയം സ്വതന്ത്രരാണെന്ന് കരുതണം. ഇനി നമുക്ക് സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പിന് കീഴിൽ ജീവിക്കാനാവില്ല. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. അതിനായി ഞാനൊരു മന്ത്രം തരുന്നു. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകട്ടെ. ഡു ഓർ ഡൈ, ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഈ മന്ത്രം. ഒന്നെങ്കിൽ നമ്മൾ ഇന്ത്യയെ സ്വതന്ത്രമായി കാണും, അല്ലെങ്കിൽ ഈ ശ്രമത്തിൽ നമ്മൾ കൊല്ലപ്പെടും. എന്നാൽ നമ്മൾ ഇനി അടിമത്തത്തിൽ ജീവിക്കില്ല. ഭാരത് മാതാവ് നേടാൾ വാഴട്ടെ, നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ ശ്രമിച്ചു മരിക്കും. ഇതായിരുന്നു ഗാന്ധിജിയുടെ പ്രസംഗം. ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അത് അറിയാമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ 3 ഘട്ടങ്ങളുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു പത്രത്തിനും ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത വിധം മാധ്യമങ്ങളെ നിയന്ത്രിച്ചു. കോൺഗ്രസ് സംഘടനകളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. അവരുടെ ഫണ്ട് പിടിച്ചെടുത്തു. കോൺഗ്രസ് നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് ബഹുജന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക, കോൺഗ്രസ് നേതാക്കളെ ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കുക, അങ്ങനെ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഇവയുടെ ഉദ്ദേശങ്ങൾ. അടുത്ത ദിവസം ഓഗസ്റ്റ് 9 മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന ആസാദ് തുടങ്ങി കോൺഗ്രസിന്റെ എല്ലാ ഉന്നത നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഈ നേതാക്കൾ വർഷങ്ങളോളം ജയിലിൽ മോചിതരായിരുന്നില്ല. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഈ പ്രതിസന്ധിയിൽ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? പ്രചോദനത്തിന്റെ മഹത്തായ ഒരു കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയധികം അടിച്ചമർത്തലുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ എങ്ങനെയാണ് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയത്? ഈ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന രാജ്യദ്രോഹികൾ ആരാണ്? ഇന്നത്തെ വീഡിയോയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ആഴത്തിൽ മനസ്സിലാക്കാം. ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് കൃത്യം 2 വർഷം മുമ്പ് ഓഗസ്റ്റ് 8, 1940 ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വൈസ്രോയി ലിൻലിംഗോ മുഖേന ഓഗസ്റ്റ് ഓഫർ എന്നൊരു ഓഫർ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിൽ ഇന്ത്യൻ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ഒന്നിനു പുറകെ ഒന്നായി വിജയകരമായി അധിനിവേശം നടത്തി. ബ്രിട്ടൻ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നിലകൊണ്ടത്. UK-യിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വലിയ പ്രതിസന്ധിയിലായതിനാൽ കഴിയുന്നിടത്ത് നിന്ന് സഹായം ലഭിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരിൽ നിന്ന് കൂടുതൽ സഹകരണം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ ഓഫർ ഉടലെടുക്കുന്നത്. അപ്രസക്തമായ ഓഫറുകൾ സ്വീകരിക്കില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. കാരണം അവർ പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ തങ്ങളുമായി സഹകരിക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്ന് അവർ പറഞ്ഞു. അതിനാൽ ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെടുകയാണ്. ഇതിനുശേഷം 1942 മാർച്ചിൽ ഹൗസ് ഓഫ് കോമൺസിന്റെ നേതാവായ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ എന്ന പേരിൽ മറ്റൊരു പ്രതിനിധി സംഘത്തെ ബ്രിട്ടൻ അയച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം. എന്നാൽ ക്രിപ്സ് മിഷനിൽ ബ്രിട്ടീഷുകാർ നൽകിയ വാഗ്ദാനം പൂർണ്ണ സ്വാതന്ത്ര്യമല്ല, ഡൊമീനിയൻ പദവിയായിരുന്നു. ക്രിപ്സ് ഓഫർ പ്രകാരം ഇന്ത്യ ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായിരിക്കും. മുമ്പത്തേതിനേക്കാൾ മികച്ച ഓഫറായിരുന്നു ഇത്. എന്നാൽ കോൺഗ്രസ് ഇത് പൂർണ്ണമായും നിരസിച്ചു. കാരണം അവർക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അവർ തങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി പറഞ്ഞു: സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോഴേക്കും ഈ ഓഫറുകളും ചർച്ചകളും കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മടുത്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1942 ജൂലൈ 14 വാർധ കമ്മിറ്റിയിൽ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയ അക്കാലത്തെ പല പ്രമുഖ നേതാക്കളും ഈ സംരംഭത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് 9 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 23 ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ലോർഡ് അമേരി സ്റ്റേറ്റ് സെക്രട്ടറി വിസ്കൗണ്ട് ക്രാൻബോണിന് ഒരു കത്തെഴുതുകയുണ്ടായി. വാർധയോഗത്തിൽ പാസാക്കിയ പ്രമേയം ഓഗസ്റ്റ് 7 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ
അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം ഒരു ബഹുജന പ്രസ്ഥാനം ആരംഭിക്കും. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാകും. ഇത് തടയാൻ ഗാന്ധിയെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉൾപ്പെടെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രസ്ഥാനത്തിന്റെ തുടക്കം തടയാൻ ചില കോൺഗ്രസ് നേതാക്കളെ ആഫ്രിക്കയിലേക്ക് നാടുകടത്താനും നിർദ്ദേശിച്ചു. അടുത്ത ദിവസം ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ അമേരിയുമായി 3 ഘട്ട പദ്ധതി പങ്കിടുകയാണ്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ സമിതി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഇക്കാര്യം അറിഞ്ഞത്. ഓഗസ്റ്റ് 9 മഹാത്മാഗാന്ധിയുടെ ചരിത്രപരമായ പ്രസംഗത്തിന് ശേഷം പുലർച്ചെ 5 മണിയോടെ ഗാന്ധിയെയും മറ്റു ഉന്നത നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. തന്ത്രപരമായ കാരണത്താൽ ഗാന്ധിയെ പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഗാന്ധിയെ ജയിൽ എന്ന വാക്കില്ലാത്ത സ്ഥലത്തേക്ക് അയക്കണമെന്ന് വൈസ്രോയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗാന്ധിയെ ഒരു കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ഈ അറസ്റ്റുകൾക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയെ നിരോധിക്കുകയും രാജ്യത്തുടനീളമുള്ള എല്ലാ കോൺഗ്രസ് ഓഫീസുകളും സീൽ ചെയ്യുകയും ദേശവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അക്കാലത്ത് സ്വാധീനമുള്ള മറ്റ് 2 സംഘടനകളായ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണയ്ക്കാത്തതിനാൽ ഒരു നിയന്ത്രണവും നേരിട്ടില്ല. മാധ്യമങ്ങളുടെ പ്രതികരണം രൂക്ഷമായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിയുടെ ചരിത്ര പ്രധാനമായ പ്രസംഗത്തിന്റെ ഒരു വാക്കുപോലും പത്രങ്ങളിൽ അച്ചടിക്കാൻ അനുവദിച്ചില്ല. ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടികളെ അവർ കവർ ചെയ്തില്ല. ഈ സാഹചര്യത്തിൽ ഗാന്ധിയുടെ സന്ദേശം അറിയിക്കാൻ 22-കാരിയായ ആക്ടിവിസ്റ്റ് ഉഷ മേത്തയും സഹപ്രവർത്തകരും ഒരു റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് 14 കോൺഗ്രസ് റേഡിയോ 4234 പ്രക്ഷോഭണം ചെയ്യാൻ തുടങ്ങി. ഈ റേഡിയോയിലൂടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സന്ദേശങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രക്ഷേപണം ചെയ്തു. അവരുടെ ലൊക്കേഷൻ മറച്ചുവെക്കാൻ ബോംബെയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉഷ മേത്ത റേഡിയോയെ ഇന്ത്യയിൽ എവിടെയോ നിന്നുള്ളതാണെന്ന് പരാമർശിച്ചു. ഈ റേഡിയോയുടെ ഉറവിടം കണ്ടെത്താൻ ബ്രിട്ടീഷ് സർക്കാരിന് ഏകദേശം 3 മാസം എടുത്തു. ഒടുവിൽ അവർ കോൺഗ്രസ് റേഡിയോയെ ജാം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആകാശവാണിയെ ആന്റി ഇന്ത്യ റേഡിയോ എന്ന് ലേബൽ ചെയ്തു. ഒടുവിൽ 1942 നവംബർ 12 ബ്രിട്ടീഷ് സർക്കാർ ഉഷ മേത്തയെ അറസ്റ്റ് ചെയ്തു. അവരുടെ എല്ലാ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. 6 മാസത്തോളം അവരെ ചോദ്യം ചെയ്തിട്ടും അവൾ ബ്രിട്ടീഷുകാരോട് ഒന്നും വെളിപ്പെടുത്തിയില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെ ബെർലിനിൽ താമസിച്ചു. തന്റെ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ സുഹൃത്ത് ACN നമ്പ്യാരോട് പറഞ്ഞു, ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ട സമയമാണിത്. നേതാജിക്കും ഗാന്ധിജിക്കും വ്യത്യസ്ത രീതികൾ ഉണ്ടായിരുന്നുവെങ്കിലും നേതാജി ക്വിറ്റ് ഇന്ത്യ സമരത്തെ പൂർണ്ണമായി പിന്തുണച്ചു. അതിനെ ഇന്ത്യയുടെ അഹിംസ ഗറില്ല യുദ്ധം എന്ന് വിളിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികൾ ബോധവൽക്കരണത്തിനായി പ്രവർത്തിച്ചപ്പോൾ പ്രതിഷേധിക്കാൻ പുതിയ വ്യക്തികൾ തയ്യാറായി. മഹാത്മാഗാന്ധി ആളുകളെ അഗാധമായി പ്രചോദിപ്പിച്ചു. പലപ്പോഴും അത് ഭാവനയ്ക്ക് അതീതമാണ്. ഗാന്ധിപുരി എന്നറിയപ്പെടുന്ന ബംഗാൾ പ്രസിഡൻസിയിൽ നിന്നുള്ള 72-കാരിയായ ഹസ്ര അത്തരത്തിലുള്ള ഒരാളായിരുന്നു. 1942 സെപ്റ്റംബർ 29 6000 പേരുടെ റാലിക്ക് അവർ നേതൃത്വം നൽകി. തംലുക് പോലീസ് സ്റ്റേഷനിൽ പതാക ഉയർത്താനും അത് പിടിച്ചെടുക്കാനും അവർ പദ്ധതിയിട്ടു. പോലീസ് ഭീഷണികൾ വകവയ്ക്കാതെ അവൾ വന്ദേ മാതരം മുദ്രാവാക്യം മുഴക്കി. 3 തവണ വെടിയേറ്റതിന് ശേഷവും ഹസ്ര എന്ന സ്ത്രീ മന്ത്രം തുടരുകയും തിരങ്കയെ പിടിച്ചു വീഴുകയും ചെയ്തു. 1977 കൊൽക്കത്ത മൈതാനിയിൽ അവരുടെ പ്രതിമ സ്ഥാപിച്ചു. ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ വിപ്ലവകാരിയായി. ഹസ്രയെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് വെടിവയ്പ് നേരിട്ടിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ 50,000-ലധികം വിപ്ലവകാരികൾ കൊല്ലപ്പെടുകയും 1,00,000-ലധികം അറസ്റ്റുകൾ നടത്തുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉൾപ്പെട്ട പലരും മികച്ച പോരാളികളായിരുന്നു. ഇന്ന് നമുക്കറിയാത്ത പലരും അതിൽ പെടുന്നുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള നിരവധി കഥകൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ വ്യാപകമായ പങ്കാളിത്തത്തെ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ ഫീസ് പിരിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ റെയിൽവേ ട്രാക്കുകൾ തടയുന്ന ഗ്രാമീണർ വരെ എല്ലാ ശ്രമങ്ങളും കണക്കാക്കുന്നു. പോലീസ് സ്റ്റേഷനുകൾ, കോടതികൾ, പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരാൽ ബ്രിട്ടീഷ് സർക്കാർ ആക്രമിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾ സമരങ്ങൾ സംഘടിപ്പിച്ചു. ബോംബെ, ജംഷഡ്പൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ഫാക്ടറി തൊഴിലാളികൾ ആഴ്ചകളോളം ജോലി ചെയ്തില്ല. പണിമുടക്കുകളും ജോലികൾ നിർത്തിവെച്ചതും പ്രധാന സംഭവങ്ങളായിരുന്നു. ചില പ്രദേശങ്ങളിൽ അക്രമം അനുഭവപ്പെട്ടു. പാലങ്ങൾ പൊളിക്കുന്നു, ടെലിഗ്രാഫ് വയറുകൾ മുറിച്ചു, റെയിൽവേ ലൈനുകൾ തടഞ്ഞു. UP, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ കത്തിക്കാൻ പോലും മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഒരു വലിയ ജനതയുടെ ശബ്ദമായിരുന്നു അതെന്ന് നിസ്സംശയം പറയാം.
കാരണം ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട്. അതെ, സ്വാതന്ത്ര്യം. കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആഗസ്റ്റ് 31-ന് വൈസ്രോയി ലിൻഡിംഗോ വിൻസ്റ്റൺ ചർച്ചിലിന് ഒരു കത്തെഴുതി 1857 ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ കലാപം താൻ കൈകാര്യം ചെയ്യുകയാണെന്ന് പ്രസ്താവിച്ചു. താൻ അഭിമുഖീകരിക്കുന്ന വിപ്ലവം വരെ പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. എല്ലാ ഉന്നത നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടും സാധാരണക്കാരുടെ ഇടയിൽ വ്യാപകമായ പങ്കാളിത്തം കാരണം പ്രസ്ഥാനം അതിവേഗം മുന്നേറി. നിങ്ങൾക്ക് എത്ര പേരെ വെടിവെക്കാനോ തടവിലാക്കാനോ കഴിയും. അപ്പോഴേക്കും അക്രമം വർദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഈ അക്രമത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ചിന്തകൾ ശ്രദ്ധിക്കുന്നത് രസകരമാണ്. 1922 നിസ്സഹകരണ സമരത്തിനിടെ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഗാന്ധി അത് തടഞ്ഞു. വീണ്ടും 1934 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്ത് ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം അത് നിർത്തി. എന്നിരുന്നാലും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വീണ്ടും അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഗാന്ധി ഇതിനകം ക്ഷീണിതനായിരുന്നു. അധികാരത്തിലിരിക്കുന്നവരെ എതിർക്കാൻ എല്ലാവരും ധൈര്യപ്പെട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തുന്നതിൽ ചില വ്യക്തികൾ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അക്കാലത്തെ രണ്ട് പ്രധാന സംഘടനകൾ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയുമായിരുന്നു. 1940 മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം പാസാക്കി. മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടു. അത് പാകിസ്ഥാൻ പ്രമേയം എന്നും അറിയപ്പെടുന്നു. മുസ്ലിം ലീഗ് നേതാവും ബംഗാൾ പ്രാവിശ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായ ഹസനുൽ ഹക്ക് ഹിന്ദു മഹാസഭയുമായി സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചു. ഈ മുസ്ലിം ലീഗ് സർക്കാരിലെ ധനമന്ത്രിയായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. 1942 ജൂലൈ 26-ന് ബ്രിട്ടീഷ് സർക്കാരിന് കത്തെഴുതി കലഹങ്ങളിലേക്കോ അർഷിതാവസ്ഥയിലേക്കോ നയിക്കുന്ന ജനവികാരങ്ങൾ ഇളക്കിവിടാൻ പദ്ധതിയിടുന്ന ആരെയും ചെറുക്കണമെന്ന് പ്രസ്താവിച്ചു. അതായത് കോൺഗ്രസിനെ. സർക്കാർ മുഖേന ബംഗാളിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ചെറുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. കോൺഗ്രസിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമെന്ന് ഉറപ്പാക്കാനുള്ള തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. കാൺപൂരിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ 24ാം സമ്മേളനത്തിൽ അവരുടെ നേതാവ് വിനായക് ദാമോദർ സവർക്കർ മറ്റൊരു തന്ത്രം നിർദ്ദേശിച്ചു. പ്രതികരണാത്മകമായ സഹകരണ നയം പിന്തുടരുന്ന ഹിന്ദു മഹാസഭ ബ്രിട്ടീഷ് സർക്കാരിന് നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, സജീവവും സായുധവുമായ ചെറുത്തുനിൽപ്പിൽ ഏർപ്പെടാനും ഉദ്ദേശിച്ചിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തോട് സമാനമായ നിലപാടാണ് അന്ന് RSSും പങ്കുവച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചപ്പോൾ ബ്രിട്ടീഷ് സായുധ സേനയിലേക്ക് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കൊളോണിയൽ ഗവൺമെന്റിന്റെ സവർക്കർ തീരുമാനിച്ചു. ഈ റിക്രൂട്ട്മെന്റുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഫൗജിനെതിരെ പോരാടി. അതോടൊപ്പം നാഥുറാം ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയും ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് പോരാടി. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് സവർക്കർ വിമർശനാത്മക വീക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരമൊരു അശാസ്ത്രീയ കലാപം സഹതാപം അറിയിക്കുന്നില്ലെന്ന് അവകാശപ്പെട്ടു. അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ആത്മാർത്ഥമായി പോരാടിയ സ്വതന്ത്ര സമര സേനാനികൾക്ക് ഇത് വലിയ അപമാനമായി കണക്കാക്കപ്പെട്ടു. അതോടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് മിണ്ടാതിരിക്കാനായില്ല. 1942 ഓഗസ്റ്റ് 14-ന് ബെർലിനിൽ വെച്ച് അദ്ദേഹം ഒരു റേഡിയോ സന്ദേശം അയച്ചു. മിസ്റ്റർ ജിന്ന, സവർക്കർ ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്ന എല്ലാ നേതാക്കളും നാളത്തെ ലോകത്ത് അത് തിരിച്ചറിയാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു ആ വാക്കുകൾ. ഈ എതിർപ്പുകൾക്കിടയിലും ക്വിറ്റ് ഇന്ത്യ സമരം വിജയിച്ചു. ലോകം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റും ഇന്ത്യയുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ UK സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. ബ്രിട്ടനിൽ പോലും ബ്രിട്ടീഷ് ജനത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിരുന്നു. 1945 ജൂണിൽ ബ്രിട്ടീഷ് ലേബർ പാർട്ടി അതിന്റെ പുതിയ പ്രകടന പത്രിക പുറത്തിറക്കി. അവർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ പോലുള്ള കോളനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്ന് ബ്രിട്ടീഷ് ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തു. 1945 ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ലേബർ പാർട്ടി വിജയിക്കുകയും ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വയം ഭരണം നൽകേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ബ്രിട്ടനിൽ സർക്കാർ മാറിയ ഉടൻ അറസ്റ്റിലായ കോൺഗ്രസ് നേതാക്കളെ ഇന്ത്യയിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരംഭിച്ച സമരം 2 വർഷത്തിന് ശേഷം വിജയിക്കുകയും ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഇവ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഭാവിയിൽ അത്യാവശ്യമാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.